വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നത്തെയും പോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നമ്മൾ ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ പഠിക്കാൻ പോണെന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്ത് ഏറ്റവും ഉയരം കൂടിയ ഒരു ക്രിസ്തീയ ദേവാലയം എന്ന് പറയുന്ന ആ ഒരു ബഹുമതി ലഭിച്ച ദേവാലയം എവിടെയാണ് പണിതുകൊണ്ടിരിക്കണേ, അതിന്റെ പേരെന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണ്? ലോകത്തെ തന്നെ ഉയരം കൂടിയ അല്ലെ, ഏറ്റവും ഉയരം കൂടിയ എന്താണ്? ക്രിസ്തീയ ദേവാലയം. അതായത് ക്രിസ്ത്യൻ പള്ളി ഏത് എന്നാണ്, ക്രിസ്തീയ ദേവാലയം ഏത് എന്നാണ് ചോദ്യം. ആ ക്രിസ്തീയ ദേവാലയം കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഴ്സലോണയിലാണ്. ബാഴ്സലോണയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാഴ്സലോണയിലാണ് ആ ക്രിസ്തീയ ദേവാലയം. ആ ക്രിസ്തീയ ദേവാലയത്തിന്റെ പേരെന്താണ്? സഗ്രാഡ സഗ്രാഡ. ക്രിസ്തീയ ദേവാലയത്തിന്റെ പേരെന്താണ്? സഗ്രാഡ ഫമീലിയ. സഗ്രാഡ ഫമീലിയ ബസിലിക്ക. സഗ്രാഡ ഫമീലിയ ബസിലിക്ക എന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയത്തിന്റെ പേര്. അപ്പൊ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം എന്ന് പറയുന്ന പ്രസക്തി നേടിയത് ബാഴ്സലോണയില് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ദേവാലയമാണ് സഗ്രാഡ ഫമിലിയ ബസിലിക്ക. സഗ്രാഡ ഫമിലിയ ബസിലിക്ക എന്നാണ് അതിന്റെ പേര്. ക്ലിയർ ആയില്ലേ? സഗ്രാഡ ഫമിലിയ ബസിലിക്ക എന്നാണ് അതിന്റെ പേര്, ക്രിസ്തീയ ദേവാലയത്തിന്റെ പേര്. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഏത് അംഗത്തിന്റെ രാജകുമാരൻ എന്ന് പറയുന്ന പദവിയും മറ്റ് രാജകീയ സ്ഥാനങ്ങളുമാണ് ഈ അടുത്തിടെ ചാൾസ് മൂന്നാമൻ രാജാവ് നീക്കം ചെയ്തത്? അപ്പൊ ചാൾസ് മൂന്നാമൻ രാജാവ് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഒരു രാജകുമാരന്റെ എന്താണ് പദവിയും അതുപോലെ തന്നെ രാജകീയമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച രാജകീയ സ്ഥാനങ്ങളൊക്കെ നീക്കം ചെയ്തു. ഏത് രാജകുമാരന്റെയാണ് ചാൾസ് രാജാവ് അങ്ങനെയുള്ള പദവിയും രാജകീയ സ്ഥാനമൊക്കെ നീക്കം ചെയ്തത്? ഏത് രാജകുമാരന്റെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇളയ സഹോദരൻ ആൻഡ്രൂവിന്റെ. ആരാണ്? ഇളയ സഹോദരൻ ആൻഡ്രൂവിന്റെയാണ് കേട്ടോ. ആരുടെയാണ്? ആൻഡ്രൂ, അദ്ദേഹത്തിന്റെയാണ് കേട്ടോ. ഇപ്പൊ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഏത് അംഗത്തിന്റെ രാജകുമാരൻ പദവിയും മറ്റ് രാജകീയ സ്ഥാനമാനങ്ങളുമാണ് ഈയിടെ ചാൾസ് മൂന്നാമൻ രാജാവ് നീക്കം ചെയ്തത്? ഏതാണ്? ആൻഡ്രൂ ട്ടോ. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഏതാണത്? സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി എന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 2025 നേടിയത് ആരാണ്? KG ശങ്കരപ്പിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? KG ശങ്കരപ്പിള്ളയാണ്. ഇനി അടുത്ത ചോദ്യം എന്താണെങ്കിൽ, ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി താരം അന്തരിച്ചു. എന്താണ്? ഒളിമ്പിക്സില് മെഡൽ നേടിയ ആദ്യ മലയാളി താരം അന്തരിക്കുകയാണ്. അപ്പൊ മൂന്നാല് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തരാണെങ്കിൽ ഇങ്ങനെ പറയാം. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി താരം. 2019 ധ്യാൻചന്ദ് പുരസ്കാര ജേതാവ്. ഗോൾമുഖത്തെ കടുവ എന്നറിയപ്പെടുന്ന വ്യക്തി. ഗോൾമുഖത്തെ കടുവ. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ്. അപ്പൊ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി, ഗോൾമുഖത്തെ കടുവ, 2019 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ച വ്യക്തി ഇദ്ദേഹം. അപ്പൊ ഈ പേരുകളൊക്കെ ഉള്ള വ്യക്തി ഈ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് മാനുവൽ ഫ്രെഡറിക് എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? മാനുവൽ ഫ്രെഡറിക് ട്ടോ. മാനുവൽ ഫ്രെഡറിക് ആണ്. ക്ലിയർ ആയോ മക്കളെ? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി, 2019 ധ്യാൻചന്ദ് പുരസ്കാര ജേതാവ്, ഗോൾമുഖത്തെ കടുവ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി മാനുവൽ ഫ്രെഡറിക് ഈ അടുത്തിടെ അന്തരിച്ചു എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത്, അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യ അടുത്തിടെ ഏത് രാജ്യത്തിന്റെ
ഏത് രാജ്യത്തിന്റെ വ്യോമസേനാ കേന്ദ്രത്തിലെ ഏത് രാജ്യത്തിന്റെ വ്യോമസേനാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എയർബേസ് അല്ലെ. ഏത് രാജ്യത്തിന്റെ എയർബേസ് പ്രവർത്തനങ്ങളാണ് അവസാനിപ്പിച്ചത്? ഇന്ത്യ അടുത്തിടെ ഏത് രാജ്യത്തെ വ്യോമസേനാ കേന്ദ്രത്തിലെ അതായത് എയർബേസിലെ പ്രവർത്തനങ്ങളാണ് അവസാനിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തെയാണ്? താജിക്കിസ്ഥാനിലെയാണ്. എവിടത്തെയാണ് അവസാനിപ്പിച്ചത്? താജിക്കിസ്ഥാനിലെയാണ് എന്ന് മനസ്സിലാക്കുക. ഏതാണ് എയർബേസ്? ഐനി. താജിക്കിസ്ഥാനിലെ ഐനി എയർബേസിലെ പ്രവർത്തനങ്ങളാണ് താജിക്കിസ്ഥാനിലെ ഐനി. അപ്പോൾ ഇന്ത്യ അടുത്തിടെ ഏത് രാജ്യത്തെ വ്യോമസേനാ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളാണ് അവസാനിപ്പിച്ചത്? താജിക്കിസ്ഥാനിലെ ഐനി. ഏതാണ്? താജിക്കിസ്ഥാനിലെ ഐനി. അടുത്ത ചോദ്യം നമ്മുടെ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക്. യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് നെറ്റ്വർക്കിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം. സിറ്റീസ് എന്നാണല്ലോ, അപ്പൊ ഏത് നഗരമാണ് എന്നാണ് ചോദ്യം. നഗരത്തിന്റെ പേര് ഉത്തർപ്രദേശിലെ ലക്നൗ ആണ്. ഇതെന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. അതായത് രുചി വൈവിധ്യങ്ങളും പാചക പാരമ്പര്യങ്ങളുടെയും പേരിൽ യുനെസ്കോ പ്രസിദ്ധീകരിക്കുന്ന പട്ടികയാണ് ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക്. എന്താണ്? രുചി വൈവിധ്യത്തിന്റെയും പാചക പാരമ്പര്യത്തിന്റെയും പേരിൽ യുനെസ്കോ പ്രസിദ്ധീകരിക്കുന്ന പട്ടികയാണ് യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക്. അപ്പൊ അതിൽ ഇടം പിടിച്ച നഗരത്തിന്റെ പേരാണ് എന്ത് പറഞ്ഞാൽ ലക്നൗ നഗരം. ഏതാണ്? ലക്നൗ നഗരം. ഇനി നമ്മുടെ ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യത്തിലെ ടാൻസാനിയയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് രണ്ടാമതും പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു. അപ്പൊ ടാൻസാനിയയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു, കാലാവധി കഴിഞ്ഞു. രണ്ടാമതും പ്രസിഡന്റായിട്ട് അവരെ തെരഞ്ഞെടുത്തു. അവരുടെ പേര് എന്താണ്? അവരുടെ പേര് പഠിക്കുക. സാമിയ സുലൂഹു ഹസൻ. സാമിയ സുലൂഹു ഹസൻ 65കാരിയായ സാമിയ സുലൂഹു ഹസനാണ് ടാൻസാനിയയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. രണ്ടാമതും വനിതാ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ലേഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ്. ഇനി അടുത്ത ചോദ്യം നമ്മുടെ അക്ബർ ചക്രവർത്തി. നമുക്കറിയാം മുഗൾ ഡൈനാസ്റ്റി നമ്മൾ പഠിക്കുമ്പോൾ അക്ബർ ചക്രവർത്തിയെ പഠിക്കും. ആ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തില് ഒരു ചിത്രകാരൻ ഉണ്ടായിരുന്നു. ആ ചിത്രകാരൻ വരച്ച പ്രസിദ്ധമായിട്ടുള്ള ഒരു ചിത്രമാണ് ചീറ്റകൾ വിശ്രമിക്കുന്ന ചിത്രം. എന്താണ്? ചീറ്റകൾ വിശ്രമിക്കുന്ന ചിത്രം. അദ്ദേഹം വരച്ചതാണ് ചീറ്റകൾ വിശ്രമിക്കുന്ന ചിത്രം. ഈ അടുത്തിടെ ന്യൂഡൽഹിയില് വളരെ വലിയ ലേലത്തിൽ, അതായത് 119 കോടി രൂപയ്ക്ക് അത് വിറ്റുപോയി. ആ ചിത്രകാരന്റെ പേര് എന്ത് എന്നാണ് ചോദ്യം. ഏതാണ് ആ ചിത്രകാരന്റെ പേര് ബസവൻ എന്നാണ്. എന്താണ് ചിത്രകാരന്റെ പേര്? ബസവൻ. അപ്പൊ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ചിത്രകാരൻ വരച്ച ചീറ്റകൾ വിശ്രമിക്കുന്ന, അതാണ് വളരെ പ്രധാനപ്പെട്ട ചീറ്റകൾ വിശ്രമിക്കുന്ന ചിത്രം ഡൽഹിയില് നടന്ന ലേലത്തില് 119ഓളം കോടി രൂപയ്ക്ക് വിറ്റുപോയി. ആ ചിത്രകാരൻ ആരാണ്? ബസവനാണ് കേട്ടോ. ഇനി അടുത്തത് കേരള ചലച്ചിത്ര അക്കാദമിയിലെ നമ്മുടെ കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണായി നിയമിതയായത് ആര്? വൈസ് ചെയർപേഴ്സൺ ആരാണ്? കുക്കു പരമേശ്വരൻ. അപ്പൊ കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം ചിത്രകാരൻ വരച്ച ചീറ്റകൾ വിശ്രമിക്കുന്ന ചിത്രം അടുത്തിടെ ന്യൂഡൽഹിയിൽ 119 കോടി രൂപ ലേലത്തിൽ വിറ്റുപോയി. ആ ചിത്രകാരൻ ആരാണ്? ബസവനാണ്. ടാൻസാനിയയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, രണ്ടാമതും പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ആരാണ് അവര്? സാമിയ സുലൂഹു ഹസനാണ്. യുനെസ്കോന്റെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരമാണ് ലക്നൗ. ഇനി അടുത്തത് ഇന്ത്യ ഏത് രാജ്യത്തിന്റെ എയർബേസ് അല്ലെ വ്യോമസേനാ കേന്ദ്രം ത്തിലെ പ്രവർത്തനങ്ങളാണ് അവസാനിപ്പിച്ചത്? താജിക്കിസ്ഥാനിലെ ഐനി എന്ന് പറയുന്ന എയർബേസിന്റെ പ്രവർത്തനങ്ങളാണ് അവസാനിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാം. അടുത്തത് കേരള സംസ്ഥാന പിറവി 2025 നവംബർ 1 നമ്മുടെ സംസ്ഥാന പിറവിയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രാമത്തെ സംസ്ഥാന പിറവിയായിരുന്നു എന്നാണ് ഓർക്കേണ്ടത്? 69ാമത്തെ. 1956
നവംബർ മാസം 1-ാം തീയതിയാണ് കേരള പിറവി അല്ലെ. അപ്പൊ 69ാമത്തെ കേരള പിറവി ദിനമായിരുന്നു എന്ന് ഓർക്കാം. ഈ കേരള പിറവി ദിനത്തിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട അവാർഡായ കേരള ജ്യോതി അവാർഡൊക്കെ പ്രഖ്യാപിക്കുന്നത് അല്ലെ. അപ്പൊ ആ കേരള ജ്യോതി അവാർഡിനെ കുറിച്ചൊന്ന് ഓർക്കുക. കേരള ജ്യോതി അവാർഡ് നേടിയത് ഡോക്ടർ M.R. രാഘവ വാര്യർ. M.R. രാഘവ വാര്യർ ആണ്. ഡോക്ടർ M.R. രാഘവ വാര്യർ ആണ് 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവ്. 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവ് ഡോക്ടർ M.R. രാഘവ വാര്യർ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മുഹമ്മദ് അസ്റുദ്ദീൻ. നമ്മുടെ മുഹമ്മദ് അസ്റുദ്ദീനെ അറിയാത്തവരായിട്ട് ആരുമില്ല. നമ്മുടെ മുൻ എന്താണ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആണ് അസ്റുദ്ദീൻ. അദ്ദേഹം ഏത് സ്റ്റേറ്റിലെ ക്യാബിനറ്റ് മന്ത്രിയായിട്ടാണ് ചുമതലയേറ്റത്? ഏത് സ്റ്റേറ്റിലെ ക്യാബിനറ്റ് മന്ത്രിയായാണ് ചുമതലയേറ്റത് എന്ന് നമ്മൾ പഠിക്കണം. എവിടത്തെയാണ്? തെലുങ്കാനയിലെ. അപ്പോ ഇന്ത്യയുടെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മുഹമ്മദ് അസ്റുദ്ദീൻ ഏത് സംസ്ഥാനത്താണ് ക്യാബിനറ്റ് മന്ത്രിയായിട്ട് ചുമതലയേറ്റത്? തെലുങ്കാനയിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് 2025 ഒക്ടോബർ 31. ശ്രദ്ധിക്കുക, 2025 ഒക്ടോബർ 31 ആരുടെ 150-ാം ജന്മവാർഷികമായിരുന്നു? 150-ാമത്തെ ജന്മവാർഷികം. ആരുടെ 150-ാമത്തെ ജന്മവാർഷികമാണ്? 2025 ഒക്ടോബർ 31. ആരുടെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികമാണ് 2025 ഒക്ടോബർ 31. ഇനി അടുത്തത് US ഭരണകൂടം വിസ റദ്ദാക്കി എന്ന കാരണത്താൽ. എന്താണ്? വിസ റദ്ദാക്കി എന്ന കാരണത്താൽ വാർത്തകളിൽ ഇടം നേടിയ എഴുത്തുകാരി ആരാണ്? ഏത് എഴുത്തുകാരിയുടെ വിസയാണ് US ഭരണകൂടം നിർത്തലാക്കിയത്? ചോദിച്ചു കഴിഞ്ഞാൽ വോൾസോയിങ്ക ആണ് അവര്. ആരാണ് വോൾസോയിങ്ക? നിങ്ങൾക്ക് അറിയാമോ? അതായത് സാഹിത്യത്തിന് നോബൽ പ്രൈസ് നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ അല്ലെ എഴുത്തുകാരിയാണ് അവര്. സാഹിത്യത്തിന് നോബൽ പ്രൈസ് നേടിയ 1996 സാഹിത്യത്തിന് നോബൽ പ്രൈസ് നേടിയ എന്തിന്? സാഹിത്യത്തിന് അല്ലെ. സാഹിത്യത്തിന് നോബൽ പ്രൈസ് നേടിയ ആദ്യത്തെ ആഫ്രിക്കക്കാരിയാണ് ആര്? വോൾസോയിങ്ക എന്ന് മനസ്സിലാക്കുക. ആരാണ്? വോൾസോയിങ്ക. അടുത്ത ചോദ്യം, ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന ഏത് സൂപ്പർസോണിക് വിമാനമാണ് നാസ ഒക്ടോബർ 28 വിജയകരമായിട്ട് പരീക്ഷിച്ചത്? അപ്പൊ 2025 ഒക്ടോബർ മാസം 28-ാം തീയതി നാസ വിജയകരമായി പരീക്ഷിച്ച ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ, എങ്ങനെ ശബ്ദമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് വിമാനം എന്താണ്? സൂപ്പർസോണിക് വിമാനം. ആ സൂപ്പർസോണിക് വിമാനത്തിന്റെ പേര് പറയൂ. സൂപ്പർസോണിക് വിമാനം ഏതാണ്? X-59 ജെറ്റ്. എന്താണ്? X-59 ജെറ്റ് ആണ് കേട്ടോ. എന്താ അതിന്റെ പേര്? X-59 ജെറ്റ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ 2025 നവംബർ മാസം 1-ാം തീയതി കേരള പിറവിയായിരുന്നു. നമുക്കറിയാം നവംബർ 1 എത്രാമത്തെയാണ്? 69ാമത്തെ കേരള ജ്യോതി പുരസ്കാരം പ്രഖ്യാപിച്ചത് ഡോക്ടർ M.R. രാഘവ വാര്യർക്ക്. അസറുദ്ദീൻ ഏത് സ്റ്റേറ്റിന്റെ ക്യാബിനറ്റ് മന്ത്രി പദവിയിലാണ് എത്തിയത്? തെലങ്കാന. 2025 ഒക്ടോബർ 31 ഏത് വ്യക്തിയുടെ 150-ാം ജന്മവാർഷികമായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. US ഭരണകൂടം വിസ റദ്ദാക്കിയ എഴുത്തുകാരി ആരാണ്? വോൾസോയിങ്ക. ആഫ്രിക്കൻ എഴുത്തുകാരിയാണ്. 1996 നോബൽ പ്രൈസ് നേടിയ വ്യക്തിയാണ്. സാഹിത്യത്തിന് നോബൽ പ്രൈസ് നേടിയ ലേഡിയാണ് ആര്? വോൾസോയിങ്ക അല്ലെ. ഇനി അടുത്തത് നമ്മൾ എന്താ പറഞ്ഞ 2025 ഒക്ടോബർ മാസം 28-ാം തീയതി നാസ വിജയകരമായി പരീക്ഷിച്ച ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് വിമാനത്തിന്റെ പേരാണ് X-59 ജെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടാൻ ചെന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.